18 കണ്ടപ്പോ നിങ്ങള് പതറി. എന്റെ നമ്പൂരിശ, നിങ്ങള് ബേജാറാകണ്ടിരിക്കി. സംഗതി പുറത്തു പറഞ്ഞ നിങ്ങൾക്കാണ് കുഴപ്പം. നമ്പൂരിശ, കുറച്ച് ആള് ഓളുടെ തഞ്ചത്തിന് നിന്ന് കൊടുക്ക്. ബാക്കി സൂത്രപ്പണികൾ പിന്നീട് ആലോചിക്കാം. നമ്പൂരിശ, ഞമ്മക്ക് ഈ വർത്താനം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കണ പോലെ നമ്മൾ ഈ കേസിൽ എക്സ്പെർട്ട് ഒന്നും അല്ല. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ഞമ്മളെ ഇടങ്ങേറിലാക്കരുത് എന്റെ നമ്പൂരിശ. ഇനിയിപ്പോ എന്താ ചെയ്യ? നിങ്ങൾ എന്തിനാണ് ചിന്തിച്ചു നിൽക്കണത്? നിങ്ങളെ ചങ്ങായില്ലേ ആ ഫോട്ടോ പിടുത്തക്കാരൻ? ഓനെ നമ്മൾ അന്നേ ശ്രദ്ധിച്ചിരിക്കണ്. ഈ കാര്യത്തില് ഓൻ കിങ്കരനാ. അതേന്ന് അയ്യോ, എന്താ ചെയ്യുന്നത്? വാട്ട്സ് ദിസ്? ലെറ്റ് മീ ഫിനിഷ് ഓഫ്. റെഡി? ഇതാ പറയുന്നത്, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ട്യൂൺ ചെയ്യാൻ പഠിക്കണമെന്ന്. ട്യൂണോ? അല്പസ്വല്പം കർണാട്ടിക് വശമുണ്ടേ. നീ ഒരു കാര്യം ചെയ്യ്, ഒരു വശ്യാകർഷണ യന്ത്രം മേടിച്ചിട്ട് അരേക്കേട്ട്. എന്റെ വിഷമം പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. കൂൾ മാൻ. ഈ മാരേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരുത്താതിരിക്കുന്നതിലാ നമ്മുടെ മിടുക്ക്. കംഫർട്ട് ഹർ, ബി മോർ റൊമാൻറ്റിക്. നിന്റെ കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ടെന്ന് തോന്നിയാൽ മതി. ഹായ് ഡിയർ. എന്തേ? കൂൾ മാൻ. എന്താ ജയന്ത അത്രയും വൈകിയേ? ആ കുട്ടി ഇത്രയേറെ നോക്കിയിരിക്കുകയായിരുന്നു. ഉണ്ണിയെ, നീ എന്തെങ്കിലും കഴിച്ചോ? കഴിച്ചു അമ്മേ. എവിടേക്കെങ്കിലും പോവാച്ചാ ആ കുട്ടിയോടൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? മതിയുടെ കഴിച്ചത്. അമ്മായി ഒന്നും നിലത്ത് നിർത്ത്. മോളെ സന്മേ, ദേ ഇവനായിട്ട് കൂടുതൽ അടുക്കണ്ടാട്ടോ. ഗോവിന്ദേട്ടന്റെ പ്രകൃത ഇവന്. മൂക്കത്ത ചുണ്ടി. ചേച്ചി, ഇന്ന് ഗോവിന്ദേട്ടന് ചിട്ടി കമ്പനി പോണ്ടേ? പിന്നെ ഇന്ന് ചിട്ടി വട്ടെത്തണ ദിവസാ. നീ പോണില്ലേ? ഞങ്ങള് കുറച്ചു കഴിയുമ്പോ ഇറങ്ങും. വെറുതെ ഇവർക്കിടയില് കട്ടുറുമ്പാവുണ്ടല്ലോ. സിസ്റ്റമാറ്റിക് വെച്ചിട്ട് ഒരു സെന്റൻസ് പറഞ്ഞേ. സന്മേ, കുട്ടികളുടെ അമ്മമാരും മിടുക്കികളല്ലെങ്കിൽ തീർന്നു. എന്താ സിലബസ്? ഗോവിന്ദേട്ടനാ നിർബന്ധേ CBSE പഠിപ്പിക്കണോന്ന്. സിസ്റ്റമാറ്റിക് അമ്മയെന്ന് പറ. ആ, ഗോവിന്ദേട്ടൻ സിസ്റ്റമാറ്റിക്കലി ഓയിൽ ബാത്ത് എവരിഡേ. അമ്മേ, ഞാൻ സിസ്റ്റമാറ്റിക് വെച്ചിട്ട് ആ സെന്റൻസ് ചോദിച്ചേ, ഗോവിന്ദേട്ടനെ വെച്ചല്ല. ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. എന്താ രാവിലെ തന്നെ അളിയന്റെ മുഖത്തൊരു ചിരി? എനിക്ക് സന്തോഷമായി അളിയ. അളിയന് വേണ്ടി വേളി അന്വേഷണം നടന്ന് ഒടുവിൽ അത് തരപ്പെട്ടുല്ലോ. ഇനി എനിക്ക് സുഭദ്രയുടെ മുന്നില് ഞെളിഞ്ഞങ്ങോട്ട് നിൽക്കാം. എന്താ സുഭദ്രേ? എനിക്ക് സന്തോഷായി ഏട്ടാ. ഏട്ടൻ പറഞ്ഞ പോലെ ആയില്ലേ കാര്യങ്ങള്. മന്ത്രം ചൊല്ലണ നാവാണേ. 18 തന്നെ കിട്ടിയില്ലോ.
വേണ്ട കുട്ടി, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. വെറുതെ കയ്യിൽ കുഴമ്പാക്കണ്ട. സാരമില്ല അമ്മേ, ഇനി ഇതൊക്കെ ഞാനല്ലേ ചെയ്യണ്ടേ? ആ, നീ ഇവിടെ ഇരിക്കേ. നിന്റെ ഭാഗ്യാണ് അവള്. എന്റെ കുട്ടിയോള് സുഖമായിട്ട് ജീവിക്കണം. ഉഷപൂജയുടെ തീർത്ഥമാണ്. മനസ്സിന്റെ ശരീരത്തിന്റെ എല്ലാ വിഷമങ്ങളും മാറിക്കൊള്ളും. പ്രശാന്തേ, ഇവിടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എന്റെ ചേട്ടാ, ഏട്ടൻ വേറെ ഒന്നും ചിന്തിക്കണ്ട. വേഗം ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തോളുക. അത്യാവശ്യങ്ങൾ നടക്കട്ടെ. തിരുമേനി, ആത്തയന്മാരെ ശരിക്കും ഒന്നങ്ങട് കണ്ടോട്ടെ. വേളിക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല. എന്റെ മോളെ സരസ്വതിയമ്മയ്ക്ക് സന്തോഷായി കേട്ടോ. ഇപ്പോഴാ തിരുമേനിയുടെ മുഖത്തെ മ്ലാനത മാറിയത്. മോളെ, ഇവിടെ എത്ര കല്യാണങ്ങൾ നടത്തി കൊടുത്ത ആളാ തിരുമേനി. ഈ സരസ്വതിയമ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ ആ മനസ്സിന്റെ നൊമ്പരം. തിരുമേനിയെ സമ്മതിക്കണം. മടുക്കാതെ നടന്ന് ഒടുക്കാൻ ലോട്ടറി അടിച്ചു. അതന്നെ, മോളുടെ ജീവിതം സുഖാവൂട്ടോ. എന്നാ ചെല്ലട്ടെ സരസ്വതിയമ്മേ, കുറച്ച് ധൃതിയുണ്ടേ. മോളെ, അല്ലെങ്കിലും തിരുമേനി ഒരു ധൃതിക്കാരനാണ് കേട്ടോ. തിരുമേനി, ഇങ്ങനെയാ പുതുമോടികൾ നടക്കണേ? പ്രസാദം കൊടുക്കണ പോലെ. ഹൈ, ആ കുട്ടിയുടെ കൈയൊന്ന് പിടിച്ച് നടക്കൂ തിരുമേനി. പിടിക്കൂ.